ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്നാണ് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ലോകം 20-ാം നൂറ്റാണ്ടിൽ. ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജിൽ നിങ്ങൾ ആഫ്രിക്കയുടെ ഒരു മാപ്പ് കാണുന്നുണ്ടോ? ഉണ്ടോ? ആരും കാണുന്നില്ല? ഓക്കെ. ആ മാപ്പ് ഇപ്പൊ തൽക്കാലം അവിടെ നിൽക്കട്ടെ. മാപ്പ് ആവശ്യം വരുന്നുണ്ട്, വരുന്ന സമയത്ത് ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ അതിന്റെ തൊട്ടടുത്ത പേജിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുമ്പോ ഇപ്പൊ എത്ര നൂറ്റാണ്ടാ? ഇപ്പൊ നമ്മൾ എത്ര നൂറ്റാണ്ടിലാ ഉള്ളത്? ഓക്കെ, ഇപ്പൊ 21st സെഞ്ചുറിയിലാണ്, അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിലാണ് നമ്മളുള്ളത്. അപ്പൊ കഴിഞ്ഞ നൂറ്റാണ്ട് എന്ന് പറയുമ്പോ 2000-ൽ അവസാനിച്ച നൂറ്റാണ്ട് അല്ലെ? 20-ാം നൂറ്റാണ്ട് 1900 മുതൽ 2000 വരെയുള്ള കാലഘട്ടം. ഇതാണ് ഇപ്പൊ നമ്മൾ 20-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഈ 20-ാം നൂറ്റാണ്ടിലെ ലോകത്തെ സംക്ഷിപ്തമായിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിൽ അവതരിപ്പിക്കും. അഥവാ അത്യാവശ്യം വലിയൊരു ചാപ്റ്ററിനെയാണ്. കുറച്ചൊക്കെ എല്ലാം വളരെ ഷോർട്ടായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആവശ്യമുള്ള മാത്രം വിശദീകരണം ടെക്സ്റ്റിൽ തന്നെ ഉള്ളൂ. നോട്ട് പോലെ സിമ്പിൾ ആക്കിയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടെന്ന് പറയുന്നത് ലോകത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരു വലിയ സംഭവ വികാസങ്ങളുടെ നൂറ്റാണ്ട് തന്നെയാണ്. രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും സാങ്കേതികമായിട്ടും ടെക്നോളജിക്കലി നോക്കിയാലും കഴിഞ്ഞ നൂറ്റാണ്ട് ഒരു മഹാ സംഭവങ്ങളുടെ നൂറ്റാണ്ടാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഒന്നാം പകുതി 2 ലോകമഹായുദ്ധങ്ങളാലും അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളാലും സംഭവ ബഹുലമായിരുന്നു എന്ന് പറയാം. 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് നടക്കുന്നത്. ഈ രണ്ടാം പകുതി 1950-ന് ശേഷമുള്ള കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അടുത്ത പകുതിയും സംഭവ ബഹുലം തന്നെയായിരുന്നു. ലോകത്തെ നൂറുകണക്കിന് രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യം, ശീതസമരം, അതിനപ്പുറത്ത് ലോകത്തെ ആകെ മാറ്റിമറിച്ച സാങ്കേതിക വിജ്ഞാനത്തിന്റെ പുതിയ കണ്ടെത്തലിന്റെ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ, കമ്പ്യൂട്ടറിന്റെ, ബഹിരാകാശ സഞ്ചാരത്തിന്റെ, സാന്ദ്ര പരിവേഷണത്തിന്റെ, അങ്ങനെ തുടങ്ങിയാൽ പറഞ്ഞാൽ ഒതുങ്ങാത്ത വലിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെ കാലഘട്ടം. ഇങ്ങനെ വലിയ സംഭവബഹുലമായ ഒരു നൂറ്റാണ്ടിനെ വളരെ ചുരുങ്ങിയ പേജുകളിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ അത് വളരെ ചുരുക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, പറയുന്നത് ക്ലിയർ ആണല്ലോ? ക്ലാരിറ്റി കുറവോ ശബ്ദം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും സൂചിപ്പിക്കണം കേട്ടോ. ഏതായിരുന്നാലും ഇനി ആമുഖം നീട്ടുന്നില്ല, നമ്മളെ കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് കടക്കുകയാണ്. ഇവിടെ സെക്കൻഡ് പേജ് ഒന്ന് മറിക്കുക, അടുത്ത പേജ് ഒന്ന് എടുക്കുക പുസ്തകത്തിന്റെ. അവിടെ ഒരു ചെറിയ ഹെഡിങ് കാണാം, മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിൽ. മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിലേക്ക്. മുതലാളിത്തം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മുതലാളിത്തം എന്ന് കേട്ടിട്ടുണ്ടോ? എനിവൺ, ആരെങ്കിലും മുതലാളിത്തം എന്ന് കേട്ടിട്ടുണ്ട്? ആരെങ്കിലും? ഓക്കെ, കേട്ടിട്ടുണ്ട്. എന്താണ് മുതലാളിത്തം എന്ന് ചിലപ്പോൾ ചോദിച്ചാൽ വലിയ പിടുത്തല്ലെങ്കിലും സംഗതി കേട്ടിട്ടുണ്ടാവണം. സോഷ്യലിസം എന്ന് കേട്ടിട്ടുണ്ടോ? സോഷ്യലിസം. ഓക്കെ, ഇതൊക്കെ നിങ്ങളൊന്ന് കേട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. വിശദമായിട്ട് ഇപ്പൊ പഠിപ്പിക്കാൻ നമുക്ക് പിന്നെ സമയം ഉണ്ടാവില്ല, ആവശ്യമില്ല. പിന്നെ
വ്യാവസായിക വിപ്ലവം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വ്യവസായ വിപ്ലവങ്ങൾ കേൾക്കല്ല, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? വ്യവസായ വിപ്ലവം പഴയ ക്ലാസ്സിൽ നിങ്ങൾ വ്യവസായിക വിപ്ലവം പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ ചോദിച്ചത് എന്തിനാ? മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിലേക്കുള്ള ഈ യാത്രയിൽ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് പോകേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്തിലേക്ക്, അപ്പൊ അവിടെ എന്താണ് മുതലാളിത്തം എന്ന് ജസ്റ്റ് നോക്കണം, എന്താണ് സാമ്രാജ്യത്വം എന്നും നോക്കണം. ഇത് രണ്ടും നോക്കേണ്ട ഇടയിൽ വേറൊരു സാധനം കൂടി അവിടെ നോക്കാണ്ട് ഇതിന്റെ ഇടയിൽ. അഥവാ ഇന്ന് നമ്മുടെ ക്ലാസ്സില് എന്താണ് മുതലാളിത്തം, എന്താണ് കോളനിവൽക്കരണം അല്ലെങ്കിൽ കോളനൈസേഷൻ, എന്താണ് സാമ്രാജ്യം. വാട്ട് ഈസ് മുതലാളിത്തം, വാട്ട് ഈസ് ക്യാപിറ്റലിസം, അഥവാ എന്താണ് മുതലാളിത്തം, എന്താണ് കോളനിവൽക്കരണം, എന്താണ് സാമ്രാജ്യം. ഈ മൂന്ന് കാര്യങ്ങളിലൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് കടന്നു പോകും. അഥവാ എന്താണ് മുതലാളിത്തം, എങ്ങനെയാണ് സാമ്രാജ്യത്വമായി മാറുന്നത് എന്ന് നോക്കുമ്പോൾ അതിനിടയിൽ നമുക്ക് കോളനിവൽക്കരണം പറയേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നമ്മളെ ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് മുതലാളിത്തം? കഴിഞ്ഞ വർഷം നിങ്ങൾ ഫ്യൂഡലിസം പഠിച്ചില്ലേ? ഫ്യൂഡലിസം അല്ലേ? ഫ്യൂഡലിസം നമ്മൾ പഠിച്ചു. എന്താണ് രണ്ട് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫ്യൂഡലിസം, 9th. എന്താ ഫ്യൂഡലിസം? ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി യൂറോപ്പിൽ ഉയർന്നു വന്ന ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതി. അഥവാ സമൂഹം വിവിധ തട്ടുകളായിട്ട് തിരിച്ചു. അതിന്റെയൊക്കെ അടിസ്ഥാനം ഭൂമിയുമായി ബന്ധപ്പെട്ട ഓണർഷിപ്പ് ആയിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഭൂമിയുടെ മൊത്തം അവകാശം വലിയ പ്രഭുക്കന്മാരുടെ കയ്യില്, അവരുടെ കയ്യിൽ നിന്ന് സമൂഹത്തിലെ ഇടപ്രഭുക്കന്മാർ അത് കൈവശമാക്കുന്നു. അവര് താഴെയുള്ള ചെറിയ പ്രഭുക്കന്മാർക്ക് കൊടുക്കുന്നു. അവര് അതിന് താഴെയുള്ള അടിയാളന്മാരെ ഉപയോഗിച്ച് അവിടെ കൃഷി നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ലാഭമുണ്ടാക്കുന്നു. ഭൂമിയില്ലാത്ത അടിയാളന്മാരാണ് അതിന്റെ താഴെ തട്ടിൽ വരുന്നത്. ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ സെറ്റപ്പ് യൂറോപ്പിൽ ഉയർന്നു വരുന്നു. അപ്പൊ നിങ്ങൾ പഠിച്ച, അഥവാ അന്നത്തെ ആ സമൂഹത്തിലെ ഉൽപാദനം എന്ന് പറയുന്നത് ഈ ഫ്യൂഡലിസത്തിലെ ഈ ഒരു രീതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അന്നത്തെ ഫ്യൂഡൽ കാലഘട്ടത്തിൽ അഥവാ മധ്യകാല യൂറോപ്പിലെ സമൂഹത്തിന്റെ ഒരു സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുന്നത് ഫ്യൂഡലിസവുമായി ബേസ് ചെയ്തിട്ട് കിടക്കുന്നതായിരുന്നു. അല്ലേ? അങ്ങനല്ലായിരുന്ന? കാരണം ഈ മുതലാളിമാരെ കയ്യിലുള്ള ഭൂമിയാണ് സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ഉത്പാദന മേഖലയുടെ പ്രധാന ഭാഗം. അത് കർഷകര്, അടിയാളന്മാരായ കർഷകർ കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയില്ല. അതിനിടയിൽ കുറെ വിവിധ തട്ടുകളുണ്ട്. ഇങ്ങനത്തെ ഒരു സോഷ്യലിസം. മധ്യകാലഘട്ടത്തിൽ ശക്തമായിരുന്ന ഫ്യൂഡലിസം മധ്യകാലം അവസാനിക്കുന്നതോടെ 15ാം നൂറ്റാണ്ട് കഴിയുന്നതോടെ മെല്ലെ 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 തകരാൻ പോവുകയാണ്. അഥവാ നിലവിലുണ്ടായിരുന്ന ഈ ഉൽപാദന രീതിയുടെ സവിശേഷതകളും എല്ലാം അപ്രത്യക്ഷമാവുകയും സമൂഹം പുതിയ ഒരു ഉൽപാദന രീതിയിലേക്ക്, സാമ്പത്തിക മേഖലയിലേക്ക് മെല്ലെ മാറി തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഫ്യൂഡലിസത്തെ റീപ്ലേസ് ചെയ്തിട്ട്, ഫ്യൂഡലിസം മാറ്റിയിട്ട് പുതിയതായിട്ട് വന്ന സാധനമാണ് മുതലാളിത്തം എന്ന് പറയുന്നത്. മനസ്സിലായ നിങ്ങൾക്ക്? എന്താ മുതലാളിത്തം എന്ന് പറയുന്നതിന് മുന്നേ പറഞ്ഞു. അപ്പൊ ഈ ഫ്യൂഡലിസം മെല്ലെ മാറിയിട്ട് അവിടെയാണ് എന്ത് വരുന്നത്? മുതലാളിത്തം വരുന്നത്. അഥവാ ഫ്യൂഡലിസം ഒരു 15, 16, 17 നൂറ്റാണ്ടുകളാകുമ്പോഴേക്ക് ഫ്യൂഡലിസം യൂറോപ്പിൽ മെല്ലെ തകരുകയും ഉൽപാദനം പുതിയ രൂപത്തിലേക്ക് മാറുകയും. അങ്ങനെ വരുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനം വ്യാവസായിക വിപ്ലവമായിരുന്നു. അഥവാ ഈ മുതലാളിത്തം ഉയർന്നു വരുന്നത് ഏതിലൂടെയാണ്? വ്യാവസായിക വിപ്ലവത്തിലൂടെയാണ്. വ്യവസായ വിപ്ലവം പഠിച്ചാണല്ലോ. എന്താ വ്യവസായ വിപ്ലവം? വ്യാവസായിക വിപ്ലവം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ അതിന്
ആർക്കെങ്കിലും മറുപടി പറയാൻ പറ്റുമോ? ഫിദ പറയോ? ഫാത്തിമ ഫിദ, എന്താണ് വ്യാവസായിക വിപ്ലവം എന്ന് ചോദിച്ചാൽ? എനിക്കറിയില്ല. അറിയില്ല. ആരെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടോ? വ്യവസായ രംഗത്തുണ്ടായ ഒന്നും കൂടി പറയാം, ക്ലിയർ ആയില്ല. വ്യവസായ രംഗത്തുണ്ടായ വ്യവസായിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞ ആരപ്പ പറഞ്ഞാള്? ആരാ പറഞ്ഞ? വ്യവസായിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ തന്നെയാണ്, ശരിയാണ്. ഉൽപാദനം കൂട്ടുകയും ഉൽപാദന ചെലവ് കുറയ്ക്കുകയും ചെയ്ത അങ്ങനെ ഒരു രീതി. എങ്ങനെ? ഉൽപാദന ചെലവ് കുറച്ച് അങ്ങനെ ഉൽപാദനം 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്ത. എങ്ങനെയാണ് ഉപകരണങ്ങള്, ഓരോ ഉപകരണങ്ങളൊക്കെ കൊണ്ടുവന്നു. ഓക്കെ, ശരി. അഥവാ വ്യാവസായിക ഉൽപാദനത്തിൽ അഥവാ വ്യാവസായിക മേഖലയിൽ, ഉൽപാദന മേഖലയിൽ പുതിയ യന്ത്രങ്ങളും പുതിയ രീതികളും അഡോപ്റ്റ് ചെയ്ത് ഉപയോഗിച്ചു. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഉൽപാദനം 10 മടങ്ങ് വർദ്ധിച്ചു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ വ്യാവസായിക വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്. അഥവാ ഈ പുതിയ ഉൽപാദന വർധനവിന്റെ അടിസ്ഥാന കാരണം എന്തായിരുന്നു? പുതിയ മെഷീനറിയുടെ, ടെക്നോളജിയുടെ, അതേപോലെ തന്നെ പുതിയ യന്ത്രങ്ങളുടെ വരവായിരുന്നു. പുതിയ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ, പ്രത്യേകിച്ച് ഉൽപാദനവുമായി ബന്ധപ്പെട്ട പുതിയ യന്ത്രങ്ങൾ, മെഷീനറികളുടെ വരവാണ് ഉൽപാദന മേഖലയെ പാടെ മാറ്റിമറിക്കുന്നത്. കം ടു ദ പോയിന്റ്. നമുക്ക് മുതലാളിത്തത്തിലേക്ക് മെല്ലെ വരാം. അങ്ങനെ യൂറോപ്പിൽ 17ാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ടിലാണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് എന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒന്നുകൂടി ഓർക്കുക. ഇംഗ്ലണ്ടിൽ വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നു. ഉൽപാദന മേഖലയിൽ വർധനവ് ഉണ്ടായി തുടങ്ങുന്നു. അഥവാ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉടമസ്ഥാവകാശവും അതിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥയായിരുന്നുവെങ്കിൽ, മുതലാളിത്തം എന്ന് പറയുന്നത് മുതലാളിയും തൊഴിലാളിയും ചേരുന്ന ഒരു ഉൽപാദന പ്രക്രിയയുടെ രൂപമാണ്. അഥവാ സമൂഹം ആ ഫ്യൂഡൽ ലോർഡ്സ് അടിയാളൻ എന്ന സ്ട്രക്ചറിൽ നിന്ന് മുതലാളി തൊഴിലാളി എന്ന സ്ട്രക്ചറിലേക്ക് മെല്ലെ മാറുകയാണ്. നിങ്ങൾ ഓക്കെ, മുതലാളിത്തം എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ അവിടുന്ന് എഴുതി വിടേണ്ട ആവശ്യമില്ല, ഞാൻ പറയാൻ വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. അഥവാ പുസ്തകത്തിലുള്ള ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കാൻ പറയുന്നത് എന്താണ്? അഥവാ ഫ്യൂഡലിസത്തിൽ നിന്ന് മുതലാളിത്തത്തിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ്. അഥവാ എങ്ങനെയാണ് വരുന്നത്? ഉദാഹരണം പറയാം. ഈ മുതലാളിത്തം എന്ന് പറയുന്ന പുതിയ വ്യവസ്ഥിതി, ഇത് സാമ്പത്തിക രംഗത്താണ് ഉണ്ടാകുന്നത് എങ്കിലും കേവലം ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയല്ല, സാമ്പത്തിക സാമൂഹിക മേഖലകളെ മൊത്തം സ്വാധീനിച്ചൊരു വ്യവസ്ഥിതി തന്നെയാണ് എന്ത്? ഫ്യൂഡലിസവും മുതലാളിത്തവും ഒക്കെ. അപ്പൊ ഫ്യൂഡലിസത്തിലെ ആ സോഷ്യൽ സെറ്റപ്പ് എല്ലാം മാറുകയാണ്. ഉദാഹരണത്തിന് നേരത്തെ ശ്രദ്ധിക്കുക, നേരത്തെ ഫ്യൂഡൽ കാലഘട്ടത്തിലും ആളുകള് വസ്ത്രം ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇപ്പോ വ്യാവസായിക വിപ്ലവത്തോടു കൂടി ആദ്യം മാറ്റം ഉണ്ടായത് വസ്ത്ര നിർമ്മാണത്തിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലണ്ടിലാണ് ആദ്യമായി വ്യവസായ വിപ്ലവം ഉണ്ടാകുന്നത്, വസ്ത്ര നിർമ്മാണത്തിലാണ് ആദ്യമായി മാറ്റം ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് പറയാം, നേരത്തെ വസ്ത്രം നിർമ്മിച്ചിരുന്നത് വീടുകളിൽ ഇരുന്നിട്ട് നമ്മുടെ ഗാന്ധിയുടെ മറ്റേ ചർക്ക പോലെയുള്ള സാധനം തിരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് വസ്ത്രം നിർമ്മിക്കുന്ന രീതിയാണ് ഉൽപാദകര് സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇതിന് പകരം പുതിയ യന്ത്രങ്ങൾ വരികയാണ്. ഈ യന്ത്രങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള യന്ത്രങ്ങളല്ല, വലിയ യന്ത്രങ്ങളാണ് വരുന്നത്. അതോടുകൂടി യന്ത്രങ്ങൾ പുതിയ സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നു. അഥവാ യന്ത്രങ്ങൾ സ്ഥാപിക്കപ്പെടുന്ന ഇടങ്ങൾ ഫാക്ടറികളായിട്ട് മാറുന്നു. ഉൽപാദനം ഫാക്ടറികളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ ഫാക്ടറികൾ ഓരോ വീട്ടിൽ ഓരോ യന്ത്രം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. ഒരാൾക്ക് ഒരു യന്ത്രം ഉണ്ടാക്കാൻ പറ്റില്ല. വലിയ മുതലാളിമാര് കൂടിയിട്ട് പണം ഇറക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വലിയ യന്ത്രങ്ങൾ വാങ്ങുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇവിടെ പുതിയ ഒരു വിഭാഗം മുതലാളി എന്ന് പറയുന്ന ഒരു സാധനം ഉയർന്നു വരികയാണ്. അഥവാ ഫ്യൂഡൽ കാലഘട്ടത്തിലെ പ്രഭു മാറി പോകുന്നു, മുതലാളിമാരെന്ന് പറയുന്ന ഒരു വർഗം വരുന്നു. അവര് ഫാക്ടറികളെ അവരെ നിയന്ത്രിക്കുന്നു. അവിടെ പണിയെടുക്കാൻ വേണ്ടി തൊഴിലാളികൾ വരുന്നു. തൊഴിലാളികൾ വേറൊരു ക്ലാസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വിഭാഗമായിട്ട് വന്ന തൊഴിലാളിയും മുതലാളിയും ഉള്ള ഒരു ഉൽപാദന പ്രക്രിയയിലേക്ക് മാറുന്നു. അങ്ങനെയാണ് ഫ്യൂഡലിസം മെല്ലെ ഷിഫ്റ്റ് ചെയ്തിട്ട് എന്തിലേക്ക് വരുന്നത്? മുതലാളിത്തത്തിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ശ്രദ്ധിക്കുക നിങ്ങള്. ഇപ്പൊ നിങ്ങൾ അവിടുന്ന് ടൈപ്പ് ചെയ്ത് വിടണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക.
പറയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയും ഡെഫിനേഷൻ അപ്പങ്ങൾ പഠിച്ച് ശ്രദ്ധിച്ചാൽ മതി. അപ്പോ ഈ ഫ്യൂഡലിസത്തിൽ നിന്ന് സമൂഹം മെല്ലെ മാറിയിട്ട് പുതിയ ഒരു ഉത്പാദന രീതിയിലുള്ള ഒരു സാമൂഹിക ചുറ്റുപാടിലേക്ക് സമൂഹം മാറുകയാണ്. അങ്ങനെ മാറി വന്ന പുതിയ വ്യവസ്ഥിതിയെയാണ് എന്ത് വിളിക്കുന്നത് പിന്നീട് മുതലാളിത്തം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ എന്തായിരുന്നു മുതലാളിത്തം? മുതലാളിത്തത്തിന് നമുക്ക് ധാരാളം നിർവചനങ്ങൾ പറയാം. ഒരു ഷോർട്ടായിട്ട് നിർവചന പുസ്തകത്തിൽ കൊടുത്തേ കാണാം, അത് നിങ്ങൾ തൽക്കാലം പഠിച്ചാൽ മതി. അഥവാ ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയായിരുന്നു മുതലാളിത്തം. മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിലേക്ക് എന്ന് പറയുന്ന ആ ഹെഡിങ്ങിന് താഴെ ഒരു 4-5 ലൈനാണ് താഴത്തേക്ക് പോയി നോക്കുക. അപ്പൊ കാണാം, ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയായിരുന്നു മുതലാളിത്തം. അഥവാ സമ്പദ് വ്യവസ്ഥയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ഷോർട്ട് ആക്കേണ്ട. സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല ഇതിന്റെ സ്വാധീനം രാഷ്ട്രീയമായും സാംസ്കാരികമായിട്ടൊക്കെ പിന്നീട് മാറുന്നുണ്ട്. തുടക്കം അങ്ങനെ അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അഥവാ ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ മുതലാളിമാർ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയായിരുന്നു മുതലാളിത്തം. അത് നിങ്ങൾ പോയിന്റുകൾ കണ്ടല്ലോ. അത് അതേപോലെ പഠിച്ചു വെക്കും. ഇനി എന്താ സംഗതി നമുക്ക് പറയാം. അഥവാ എന്താണ് ഇപ്പൊ ഈ പറഞ്ഞത്? ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ മുതലാളിമാർ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്തം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഇവിടെ 2 കാര്യം, മുതലാളിത്തത്തിന്റെ അടിസ്ഥാന സവിശേഷതപ്പെട്ട 2 കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അതിലൊന്ന് ലാഭേച്ഛ എന്ന സാധനമാണ്. അഥവാ മുതലാളിത്തം എന്ന് പറയുന്ന വ്യവസ്ഥിതിയുടെ കൂടപ്പിറപ്പാണ് ഈ ലാഭേച്ഛ. നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ തന്നെ ഓർത്തു വെക്കുക. മുതലാളിത്തം എന്ന് പറയുന്ന വ്യവസ്ഥിതിയുടെ അടിസ്ഥാന സ്വഭാവമാണ് ലാഭേച്ഛ. അഥവാ ലാഭേച്ഛ എന്ന് പറയാൻ ലാഭം ഉണ്ടാക്കുക എന്നായിരിക്കും മുതലാളിയുടെ എല്ലാ കാലത്തെയും ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതിന് കാലവ്യത്യാസമില്ല, രാജ്യവ്യത്യാസമില്ല, സമയവ്യത്യാസമൊന്നുമില്ല. 18-ാം നൂറ്റാണ്ടിൽ മുതലാളിന്റെ ചിന്ത ലാഭം ഉണ്ടാക്കൽ തന്നെയാണ്. 21-ാം നൂറ്റാണ്ടിൽ മുതലാളിന്റെ പ്രധാന ചിന്ത എന്തെന്നായിരിക്കും? ലാഭം ഉണ്ടാക്കൽ തന്നെ ആയിരിക്കും. ഇന്ത്യയിലെ മുതലാളിയുടെ ചിന്തയും ലാഭം ഉണ്ടാക്കണം തന്നെ ആയിരിക്കും. അമേരിക്കയിലെ മുതലാളിക്കും ചിന്ത ലാഭം വർദ്ധിപ്പിക്കണം എങ്ങനെയായിരിക്കും എന്ന് തന്നെ ആയിരിക്കും. അഥവാ കാരണം ഈ പ്രോഫിറ്റ് മോട്ടീവ് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് മുതലാളിമാരുടെ അടിസ്ഥാന ലക്ഷ്യമാണ്. എന്താ കാരണം നിങ്ങൾക്ക്? കാരണം എന്താണ്? ഉൽപാദനവും വിതരണവും സ്വകാര്യ മുതലാളിമാർ നിയന്ത്രിക്കുന്ന വ്യവസ്ഥ എന്ന് പറഞ്ഞു. സ്വകാര്യ മുതലാളി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഓരോ വ്യക്തികളാണ്. അപ്പോ ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം ഒന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുതരാം. അഥവാ സോഷ്യലിസം നിങ്ങൾക്ക് നമുക്കിവിടെ പഠിക്കാൻ എന്നാലും ഓർത്ത് വെക്കുക. എന്താണ് മുതലാളിത്തം? സോഷ്യലിസം. മുതലാളിത്തത്തിനെതിരെ വരുന്ന ഇസമാണ് എന്ത്? സോഷ്യലിസം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതിലാണ്. എന്താ വ്യത്യാസം? മുതലാളിത്തം ലാഭേച്ഛ ലക്ഷ്യമാക്കി മുതലാളി നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ്. സോഷ്യലിസം ഈ ഉടമസ്ഥത എന്ന് പറയുന്നത് എന്താണ്? അവിടെ നിങ്ങൾ ഉൽപാദനം വിതരണം എന്ന് പറഞ്ഞില്ല, അത് ശ്രദ്ധിക്കണം. ഉൽപാദനവും വിതരണവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഉൽപാദനം വിതരണം എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയാണെന്നാണ് അതിന്റെ ഒരു സൂചന. അഥവാ സാമ്പത്തിക മേഖല അല്ലെങ്കിൽ സമ്പദ് പ്രവർത്തനത്തിന്റെ അടിസ്ഥാനമാണ് ഉൽപാദനം വിതരണം. അത് എല്ലാ കാലത്തും ഈ ഉൽപാദനം വിതരണവുമാണ് എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ സാമ്പത്തിക പ്രവർത്തനത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ബാക്കിയൊക്കെ അങ്ങനെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഉൽപാദനം വിതരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ സമ്പദ് വ്യവസ്ഥയെ ആര് നിയന്ത്രിക്കുന്നു? മുതലാളിമാർ നിയന്ത്രിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പൊ മുതലാളിത്തത്തിൽ സ്വകാര്യ വ്യക്തികൾക്ക് ഈ മേഖല നിയന്ത്രിക്കാൻ പറ്റും. എന്നാൽ സോഷ്യലിസത്തിൽ ഇതിന് നേരെ മറുവശമാണ്. അഥവാ സ്വകാര്യ ഉടമസ്ഥത അല്ലെങ്കിൽ സ്വകാര്യ ഉടമസ്ഥത എന്ന് പറയും അതിന്. അഥവാ സ്വകാര്യ മുതലാളിമാരുടെയും നിയന്ത്രണം എവിടെ ഉണ്ടാവില്ല? സോഷ്യലിസ്റ്റ് ഉണ്ടാവും. സോഷ്യലിസ്റ്റിൽ ഇതിന് പകരം പൊതുവായ ഉടമസ്ഥത. അഥവാ അതിന്റെ അർത്ഥം ഒന്നുകിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണമായിരിക്കും അല്ലെങ്കിൽ പൊതുവായ സമൂഹത്തിന്റെ നിയന്ത്രണമായിരിക്കും. അഥവാ അതാണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം നോക്കുക. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം നൽകുന്ന സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസം. സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം നൽകുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളി. അത് മനസ്സിലായല്ലോ. സോഷ്യലിസം മുതലാളിത്തം എവിടെയെങ്കിലും കേൾക്കുമ്പോൾ ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മുതലാളിത്തം എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തി അഥവാ വ്യക്തികൾ സമ്പദ് മേഖലയെ നിയന്ത്രിക്കുക, അവരുടെ മേലുള്ള നിയന്ത്രണം ഇല്ലാത്തൊരു വ്യവസ്ഥ എന്നാണ് മുതലാളിത്തത്തിന്റെ ഒരു താല്പര്യം. സോഷ്യലിസം എന്ന് പറയുന്നത് അങ്ങനെയല്ല. സ്വകാര്യ വ്യക്തിക്ക് ഭൂമിയും സമ്പത്തും അംഗീകരിക്കാതെ അല്ലെങ്കിൽ അനുവദിക്കാതെ അത് ഗവൺമെന്റ് തന്നെ പൊതുവായിട്ട് നിയന്ത്രിക്കുന്ന രീതിയാണ്
സോഷ്യലിസം. ഈ മുതലാളിത്തം പോയിട്ട് അല്ലെങ്കിൽ മുതലാളിത്തത്തിന് എതിരെയാണ് സോഷ്യലിസം വന്നത്. പോയിട്ടില്ല, എന്നാലും മുതലാളിത്തത്തിന് എതിരായിട്ടുള്ള വ്യവസ്ഥയായിട്ട് പിൽക്കാലത്ത് സോഷ്യലിസം വരുന്നുണ്ട്. നമുക്കിപ്പോൾ അത് ആവശ്യമില്ല. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കുക, വ്യവസായ വിപ്ലവത്തെ തുടർന്ന് യൂറോപ്പിൽ ഒരു പുതിയ സമ്പദ് വ്യവസ്ഥ രൂപപ്പെട്ടു വരികയാണ്. അതിന്റെ പേരാണ് മുതലാളിത്തം. എന്താണത് മുതലാളിത്തം? ലാഭം ലക്ഷ്യമാക്കി ഉൽപാദനവും വിതരണവും സ്വകാര്യ വ്യക്തികൾ അഥവാ മുതലാളിമാർ നിയന്ത്രിച്ചിരുന്ന സമ്പദ് വ്യവസ്ഥയായിരുന്നു മുതലാളിത്ത വ്യവസ്ഥിതി. ഓക്കെ, എന്ത് റെഡി ആണല്ലോ? എന്നാലും നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. റെഡി അല്ലേ? ആർക്കെങ്കിലും സംശയം ഉണ്ടാ? ഫാത്തിമ, റഹല, ഹനീന, ആഷിറിന്റെ അച്ഛനൊന്നും കേട്ടില്ലല്ലോ എന്ന്. ആഷിർ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമുക്കിനി ഇപ്പോ മുതലാളിത്ത യൂറോപ്പിൽ ഉയർന്നു വന്ന ഒരു 16-ാം നൂറ്റാണ്ട്, 17-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ടിന്റെ ഇടയിലുള്ള സമയമാണത്. 17-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവം നടക്കും. അപ്പൊ യൂറോപ്പിൽ മുതലാളിത്തം ഉയർന്നു വന്നു. അതായത് 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ എന്ന് പറയുവാണെങ്കിൽ. അങ്ങനെ യൂറോപ്പില് വ്യവസായിക വിപ്ലവം മെല്ലെ മെല്ലെ വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ശക്തമാവുന്നു. മുതലാളിത്തം മെല്ലെ മെല്ലെ ശക്തി ആർജിച്ചു വരുന്നു. ഉൽപാദന മേഖല മുതലാളിമാരുടെ കൈവശമാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? മുതലാളിമാർ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നമുക്ക് വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് തന്നെ പോകാൻ സൗകര്യത്തിന്. ഇംഗ്ലണ്ട് പിന്നെ നമുക്ക് നല്ല പരിചയമുള്ള രാജ്യമാണ്. കാരണം നമ്മളെ 2-3 നൂറ്റാണ്ട് കാലം നല്ല പീങ്ങി ശരിയാക്കി പോയ ടീമല്ലേ. അപ്പൊ അതുകൊണ്ട് പോലെ തന്നെ നമുക്ക് ഉദാഹരണത്തിന് എടുക്കാം. ഇംഗ്ലണ്ടിലാണ് വ്യവസായം ആരംഭിച്ച് നമ്മൾ പറഞ്ഞു, ഉദാഹരണം. അങ്ങനെ അവരെന്ത് ചെയ്തു? അവിടെ വസ്ത്ര നിർമ്മാണത്തിൽ വ്യവസായ വിപ്ലവം ആരംഭിച്ചു, ഉദാഹരണത്തിന്. അപ്പൊ നേരത്തെ പണ്ട് വസ്ത്രം ഉണ്ടാക്കിയിരുന്ന പോലെ എന്താണ് ഗാന്ധിജിന്റെ സർക്കാർ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ പുസ്തകം ഉണ്ടാക്കിയാൽ ഒരാൾ വീട്ടിൽ നിന്ന് വസ്ത്രം ഉണ്ടാക്കിയാൽ എത്ര വസ്ത്രം ഉണ്ടാവും? വൈകുന്നേരമാകുമ്പോഴത്തേക്ക് ഒരു 10 മീറ്റർ ഉണ്ടാക്കുന്ന കൂട്ടിക്കോ. സിസ്റ്റം മാറി, വലിയ ഫാക്ടറികൾ വന്നു, യന്ത്രങ്ങൾ വന്നു. ഒരു ദിവസം 1000-10,000 കണക്കിന് വസ്ത്രം ഉണ്ടാക്കി കൂട്ടുകയാണ്. ഈ വസ്ത്രമെല്ലാം കൂടി ഇംഗ്ലണ്ടിൽ എന്താ ചെയ്യുക? ഇംഗ്ലണ്ടിലെ രാജ്ഞി ഇങ്ങനെ ചുറ്റുന്ന പോലെയുള്ള ചുറ്റല് ചുറ്റിയാൽ തന്നെ എല്ലാവരും കൂടി ചുറ്റിയാലും ഇത് തീരാൻ പോണില്ല. അപ്പോ വസ്ത്രം ഇഷ്ടം പോലെ എന്തായി മാറും? ഓവറായിട്ട് മാറും. സർപ്ലസ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഉൽപാദനം മിച്ചം ഇഷ്ടം പോലെ കൂടും. അവസാനം എന്താണ്? അങ്ങനെ സ്പിന്നിങ് ജെന്നി പോലെയുള്ള യന്ത്രങ്ങളൊക്കെ വന്നപ്പോഴാണ് ഉൽപാദനം കൂടിയത്. അങ്ങനെ പോലെ മ്യൂള്, സ്പിന്നിങ് ജെന്നി, ഫ്ലൈയിങ് ഷട്ടിൽ, അങ്ങനെ കുറെ ഉൽപ്പന്നങ്ങളൊക്കെ, കുറെ യന്ത്രങ്ങളൊക്കെ വന്ന സമയത്ത് അങ്ങനെ ഉൽപാദനം വർദ്ധിച്ചു. സ്വാഭാവികമായിട്ട് ഇവരെന്ത് ചെയ്യും? ഇവര് അടുത്തുള്ള ഫ്രാൻസിലേക്ക് കയറ്റി അയക്കാൻ ശ്രമിക്കും, സ്വാഭാവികമാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഫ്രാൻസിനും വ്യവസായ വിപ്ലവം തുടങ്ങി. ഫ്രാൻസിലും എന്ത് ചെയ്തു? വ്യവസായ വിപ്ലവം തുടങ്ങി. അപ്പൊ ഇംഗ്ലണ്ടുകാർ ഫ്രാൻസിലേക്ക് കയറ്റി അയക്കേണ്ട ആവശ്യം വരില്ല, കാരണം ഫ്രാൻസിൽ തന്നെ ഉൽപാദനം കൂടുകയാണ്. അപ്പൊ അവര് എന്ത് ചെയ്യുക? പിന്നെ ഫ്രാൻസിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി അയച്ച് കളിക്കാൻ പറ്റൂലല്ലോ. ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം വ്യവസായ വിപ്ലവം ശക്തി ആർജിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കാൻ തുടങ്ങും. അവര് ഇത് വിറ്റയിക്കാൻ വേണ്ടി പുതിയ ഇടങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കട്ടെ, നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോണേ. എങ്ങനെയാണ് മുതലാളിത്തത്തിൽ നിന്ന് കോളനിവൽക്കരണത്തിലേക്ക് യൂറോപ്യൻ മുതലാളിത്ത രാജ്യങ്ങൾ പോകുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പൊ ഉൽപ്പന്നങ്ങൾ മിച്ചമായിട്ട് വന്നു. മിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റയിക്കാൻ യൂറോപ്പിൽ ഇത് വിറ്റയിച്ചിട്ട് തീരൂല, കാരണം എല്ലാവരും വ്യവസായ വിപ്ലവം ആരംഭിച്ചു. അങ്ങനെ അവര് പുതിയ സ്ഥലങ്ങളിലേക്ക്, ഇടങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് യൂറോപ്യന്മാർ പുതുതായിട്ട് കണ്ടെത്തിയ വൻകരകളിലേക്കും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് പുതിയ വഴി കണ്ടെത്തിയിട്ട് അവര് വ്യാപാരം ശക്തിയാക്കാൻ പോകുന്നത്. അഥവാ അവർ ഏഷ്യയുമായിട്ട് കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. വാസ്കോ ഡ ഗാമയൊക്കെ വന്നിട്ട് തുടങ്ങിയ കച്ചവടം ഉണ്ടല്ലോ, ആ കച്ചവട ബന്ധങ്ങളിലേക്ക് അവരുടെ ഈ ഉൽപാദന മേഖലയെ അവര് ഉപയോഗപ്പെടുത്തും. അങ്ങനെ യൂറോപ്പിലെ വ്യാവസായിക ഉൽപ്പന്നങ്ങളുമായിട്ട് മുതലാളിമാര് ഏഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും കോളനികൾ എന്നറിയപ്പെടുന്ന, പിൽക്കാലത്ത് കോളനികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാജ്യങ്ങളിലേക്ക് അവർ ഉൽപ്പന്നങ്ങളുമായിട്ട് പോകുന്നു. വേഗം ശ്രദ്ധിക്കുക, കുറച്ച് സ്പീഡാക്കാൻ നമ്മളെ ഹെഡിങ് ഒന്നും തീരൂല, അതുകൊണ്ടാണ്. അപ്പോ അങ്ങനെ യൂറോപ്യന്മാർ ഉൽപ്പന്നങ്ങളുമായിട്ട് വരുന്നു. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളെ കേരളം തന്നെ എടുക്കാം. കോഴിക്കോട്ടേക്ക് ഇംഗ്ലണ്ടിൽ നിന്ന്, ലണ്ടനിൽ നിന്ന് വാസ്കോ ഡ ഗാമയ്ക്ക് ശേഷം പിന്നീട് ഒരുപാട് കച്ചവടക്കാരൊക്കെ പല രാജ്യത്ത് നിന്ന് വരുന്നു. പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും മറ്റുമൊക്കെ വരുന്നു. അവസാനം ഇംഗ്ലണ്ടുകാരും വരുന്നു. അങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്ന് യൂറോപ്യന്മാര് അല്ലെങ്കിൽ വാസ്കോ ഡ ഗാമ കോഴിക്കോട്ടേക്ക് ഉൽപ്പന്നങ്ങളുമായിട്ട് വരുന്ന സമയത്ത് തന്നെ കോഴിക്കോട്ട് വേറെയും കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് അറബികൾ ഉണ്ടായിരുന്നു, ചൈനക്കാരുണ്ടായിരുന്നു. വമ്പിച്ച കച്ചവടം നടന്നിരുന്നു. സിൽക്ക് റൂട്ട് മറ്റൊക്കെ പഠിച്ചാളുണ്ട്. അപ്പോ വമ്പിച്ച കച്ചവടം നടക്കുന്നുണ്ട്. പക്ഷേ യൂറോപ്പിൽ നിന്ന് വന്ന പുതിയ ടീം ഈ പഴയ അറബികളും ചൈനക്കാരും നടത്തിയ കച്ചവടം പോലെയുള്ള ഒരു കച്ചവടമാണ് അവിടെ നടത്തിയത്.
വാസ്കോഡ ഗാമ കോഴിക്കോട് വന്നിട്ട് സാമൂതിരിയോട് നമുക്ക് കേരളം പഠിക്കാണ്ടപ്പോ പറയാം. പറയുന്നത് എന്താണ്? ഇവിടെ ഉള്ള എല്ലാ അറബികളും ഒഴിവാക്കണം, എന്നിട്ട് ഞങ്ങൾ മാത്രം കച്ചവടം ചെയ്യണമെന്ന്. അഥവാ മറ്റേ കച്ചവടക്കാര് ചൈനക്കാരും അറബികളും നടത്തിയ പോലെ ഒരു സാധാ സീതാ കച്ചവടമല്ല യൂറോപ്യന്മാര് മുതലാളിത്ത ശക്തികൾ ഇവിടെ വന്നിട്ട് നടത്തുന്നത്. അവരുടെ രാഷ്ട്രീയമായ ശക്തിയും അവരുടെ സൈനികമായ ശേഷിയും ഉപയോഗിച്ച് ഈ പ്രദേശത്തെ ഉൽപാദകരെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി അവർക്ക് പറ്റിയ രൂപത്തിൽ പറ്റിയ വിലക്ക് സാധനം കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന ഒരു കച്ചവടമാണ് നടത്തിയത്. അഥവാ അറബികളായിട്ട് കച്ചവടം നടത്തുമ്പോൾ കേരളക്കാർക്ക് ലാഭം കിട്ടും, അറബികൾക്ക് ലാഭം കിട്ടും. ചൈനക്കാരുമായുള്ള കച്ചവടത്തിലും അവർക്ക് ലാഭം കിട്ടും, നമുക്ക് ലാഭം കിട്ടും. പക്ഷെ ഇംഗ്ലീഷുകാരുമായിട്ടും യൂറോപ്യന്മാരുമായിട്ട് നടത്തിയ കച്ചവടത്തിൽ ഓൾക്ക് മാത്രമേ ലാഭം ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് ലാഭം ഉണ്ടാവും. കാരണം എന്താ? ഇത് സാധാ സീതാ കച്ചവടമല്ല, ഇത് കോളനൈസേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റേജിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെയാണ് കോളനി വൽക്കരണം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. അപ്പൊ എന്താണ് കോളനി വൽക്കരണം? വ്യവസായിക വിപ്ലവത്തെ തുടർന്ന് യൂറോപ്പിലുണ്ടായ മിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും രാജ്യങ്ങളിലേക്ക് യൂറോപ്പിലെ മുതലാളിത്ത രാജ്യങ്ങളിലെ കച്ചവടക്കാരെത്തുന്നു. അവരുടെ കയ്യിലുള്ള ആയുധശേഷിയും അവരുടെ രാഷ്ട്രീയ മേധാവിത്വം അല്ലെങ്കിൽ രാഷ്ട്രീയ ശക്തിയും ഉപയോഗിച്ച് ഈ രാജ്യങ്ങളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുകയും, അഥവാ സൈനിക ശേഷി രാഷ്ട്രീയ ശക്തിയും ഉപയോഗിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് ഈ രാജ്യങ്ങളെ ചൂഷണം നടത്തി. ഈ ഘട്ടമാണ് കോളനി വൽക്കരണം എന്നറിയപ്പെട്ടത്. അഥവാ കച്ചവടത്തിന്റെ പേരിലാണ് വന്നത്, നടത്തിയത് സാധാരണ കച്ചവടമല്ല. അഥവാ സാധാരണ കച്ചവടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ രാജ്യങ്ങളെ ചൂഷണം ചെയ്ത് കൊള്ളയടിക്കുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഈ ഘട്ടമാണ് കോളനി വൽക്കരണം എന്നറിയപ്പെട്ടത്. ഞാനൊന്നുകൂടി പറയാം. ആ പാരഗ്രാഫിന്റെ ലാസ്റ്റില് ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ശരിയാക്കിയാൽ മതി. അപ്പൊ അത് ശരിയാവും. അഥവാ വ്യവസായിക വിപ്ലവത്തെ തുടർന്നുള്ള മിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി യൂറോപ്പിലെ മുതലാളിത്ത രാജ്യങ്ങൾ ഏഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളിലെത്തി. ഈ രാജ്യങ്ങളെ തങ്ങളുടെ സൈനിക ശേഷിയും സാമ്പത്തിക രാഷ്ട്രീയ മേധാവിത്വം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തി, അഥവാ അതുപയോഗിച്ച് അവര് സാമ്പത്തികമായിട്ട് ചൂഷണം നടത്തി. ഈ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികൾ എന്നറിയപ്പെട്ടു. കോളനിയിൽ എന്താ നടന്നിരുന്നത്? അവർക്ക് തോന്നിയ പോലെ വന്നിട്ട് ഇവിടെ ചൂഷണം ചെയ്യുക, കച്ചവടം ചെയ്യുക. ഈ രാജ്യങ്ങളെ കോളനികൾ എന്നറിയപ്പെട്ടു. ഈ പ്രോസസ്, ഈ പ്രക്രിയ കോളനി വൽക്കരണം എന്ന് പറയും. റെഡിയാണോ? കണ്ടില്ല ടെക്സ്റ്റില്? ഓക്കെ. ഇതിനെയാണ് കോളനി വൽക്കരണം എന്ന് നമ്മൾ പിൽക്കാലത്ത് വിശേഷിപ്പിച്ചത്. വീണ്ടും നമ്മുടെ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരാൻ കാരണം ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഇന്ത്യയിലാണ്. ലോകത്തെ ഏറ്റവും നല്ല ബ്രിട്ടീഷുകാരുടെ ഏറ്റവും മനോഹരമായ കോളനിയായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. അത്രയും അവർ ചൂഷണം ചെയ്തിട്ട് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായ? ചിലപ്പോൾ ഇംഗ്ലീഷുകാർ ഇപ്പൊ ജീവിക്കുന്നതിന് അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും ക്ലിയർ ആണോ? ഫ്യൂഡലിസം ഇവിടെ നമുക്ക് പഠിക്കാനില്ല. ആരപ്പോ ഫ്യൂഡലിസം പറയുന്നത്? ഫ്യൂഡലിസം കഴിഞ്ഞെല്ലാം പഠിച്ചാണ്. ഫ്യൂഡലിസം കഴിഞ്ഞു, യൂറോപ്പിലെ രാജ്യങ്ങൾ ഫ്യൂഡൽ സമ്പ്രദായം അവസാനിച്ചു, വ്യവസായപ്പണം വന്നു, മുതലാളിത്തം വന്നു. ഇപ്പത്തെ ഫ്യൂഡലിസം പറഞ്ഞിറങ്ങണ ഫ്യൂഡലിസം കഴിഞ്ഞിട്ട് അപ്പൊ ഫ്യൂഡലിസം ആരും നോക്കാൻ പോണ്ടേ? ഫ്യൂഡലിസം ഞാൻ അവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. അഥവാ ഫ്യൂഡലിസത്തിൽ നിന്നാണ് മുതലാളിത്തത്തിലേക്ക് ലോകം വന്നത് എന്നാണ് എന്ത് ചെയ്തത് പറഞ്ഞത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇനി ഫ്യൂഡലിസം അവിടെ എല്ലാവരും പഠിച്ചേക്കണമെന്നില്ല. ഫ്യൂഡലിസം ഇപ്പൊ നമുക്ക് ഇവിടെ എന്തല്ല ചർച്ചയല്ല. ആരെ മൈക്ക ഓണ് ഞാനൊന്ന് ഓഫാക്കാം. ആരെ മൈക്കാണെങ്കിലും ചില ആൾക്കാർ ഇത് ഓണാക്കിയ പിന്നെ ഓഫാക്കാൻ മറക്കണം. അതാണ് അവരെ പ്രശ്നം. ഓക്കെ, ഇനി മൈക്കിന്റെ ഒച്ച ഉണ്ടാവില്ല കേട്ടാ. യെസ്, ലിസൺ ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. കോളനി വൽക്കരണം നടന്ന 17ാം നൂറ്റാണ്ട് 1750 കാലഘട്ടം എന്ന് നമുക്ക് സങ്കല്പത്തിൽ പറയാം. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ വന്നിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാളിലാണ് പൊടിപൂരമായതിന്റെ കച്ചവടം. കേരളത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ബംഗാൾ മേഖലയിലാണ് അവർ ആദ്യം കച്ചവടം സജീവമാക്കിയത് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ നടക്കേണ്ടത് അറിയാം? ഇവിടെ ശ്രദ്ധിക്കാം. ഇപ്പൊ ഇംഗ്ലീഷുകാര്, ഞാൻ ഉദാഹരണം പറയുന്നത് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷുകാർ എഴുതിക്കാനല്ല, അഥവാ സാമ്രാജ്യത്വ ശക്തികളായ മുതലാളിത്ത രാജ്യമായ ഇംഗ്ലണ്ടിൽ നിന്ന് വ്യവസായ ഗുണത്തിന്റെ ഫലമായിട്ടുള്ള മിച്ചുൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇപ്പൊ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? കച്ചവടം. എങ്ങനത്തെ കച്ചവടം? ഒരുമാതിരി കച്ചവടം. എന്താ ഈ കച്ചവടത്തിന്റെ മേന്മ? നമ്മളെ അമേരിക്കയിൽ മെർക്കന്റിലിസം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ലേ?
മെർക്കനലിസത്തിൽ അധിഷ്ഠിതമായ ഒരു കച്ചവടമാണ് ഇപ്പം നടക്കുന്നത്. മെർക്കനലിസം ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കോളനിയായിട്ടും കേന്ദ്രമായിട്ടും മാർക്കറ്റായിട്ടും ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഇടമായിട്ടും ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അമേരിക്കക്ക് മാത്രം പറഞ്ഞൊന്നല്ല, എല്ലാ കോളനിയിലും തന്നെയായിരുന്നു സ്ഥിതി. മനസ്സിലായല്ലോ? അപ്പൊ ഈ സ്റ്റേജാണ് ഇപ്പൊ കോളനൈസേഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓർത്തു വെക്കുക, മുതലാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കും? മുതലാളിത്തത്തിന്റെ ഏറ്റവും കൂടപ്പറപ്പ് ലക്ഷ്യം എന്താണ്? ലാഭം. മുതലാളി ഉറങ്ങുമ്പോൾ ലാഭം എന്ന് ആലോചിക്കുക. യെസ്, ലാഭം. ഈ ശ്രദ്ധിക്കുക, ലാഭത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പൊ ഈ നടക്കുന്ന കച്ചവടം അത്ര എളുപ്പത്തിലുള്ള ഒരു കച്ചവടം ഒന്നല്ല ഇപ്പൊ നടക്കുന്നത്. കാരണം എന്താ പറയുക, ഉദാഹരണം പറയാം, ഇംഗ്ലണ്ടിലെ ലണ്ടനിലെ ഫാക്ടറിയിൽ നിന്ന് ഇംഗ്ലീഷുകാർ കൽക്കത്തയുടെ തുറമുഖത്തേക്ക് ഉൽപ്പന്നം കൊണ്ടുവരാൻ സങ്കല്പിച്ചോണ്ടികൾ. അഥവാ ഏഷ്യയിലെ ഈ അറ്റത്ത് കിടക്കുന്ന ഇന്ത്യയിലെ കൽക്കത്തയിലേക്ക് ലണ്ടനിൽ ഇവര് ഉൽപ്പന്നവുമായിട്ട് വരികയാണ്. അറ്റ്ലാന്റിക് സമുദ്രം ചുറ്റിയിട്ടുള്ള ഈ വരവിന് ആയിരക്കണക്കിന് കിലോമീറ്റർ ചുറ്റിയിട്ടാണ് വരുന്നത്. അഥവാ ഇംഗ്ലണ്ടിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നം കൽക്കത്ത മാർക്കറ്റിൽ എത്തുമ്പോഴേക്ക് യാത്രാ ചെലവ് വമ്പിച്ച ചെലവുണ്ടാവും. നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, ആ കാലത്താണല്ലോ. അപ്പൊ മാസങ്ങൾ എടുത്ത യാത്രയാണ്, വലിയ ചെലവുണ്ട്. അപ്പൊ ഈ ചെലവൊക്കെ ഇവർക്ക് ലാഭം കുറയാണ്. ഈ ചെലവ് എന്ന് പറഞ്ഞാൽ ലാഭം കുറയാണല്ലോ. അപ്പൊ ഇത് കൽക്കത്തയിൽ വന്ന് ഈ ഉൽപ്പന്നം വിറ്റഴിക്കുന്നു. എന്നിട്ട് പോലെ എന്താ ചെയ്യുന്നത്? ഉദാഹരണം പറയാം, ഇംഗ്ലീഷുകാരെ ലണ്ടനിലെ വസ്ത്രനിർമ്മാണശാലയിൽ ഉണ്ടാക്കുന്ന വസ്ത്രം കൽക്കത്തയിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു. കൽക്കത്തയുടെ തീരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കൽക്കത്തയിലെ ബംഗാളിലെ പ്രദേശങ്ങളിൽ നിന്ന് പരുത്തി അവർ ശേഖരിക്കുന്നു. പരുത്തിയുമായിട്ട് വീണ്ടും ഈ കപ്പൽ എങ്ങോട്ട് പോകുന്നു? ലണ്ടനിലേക്ക് പോകുന്നു. ലണ്ടനിലെ ഫാക്ടറിയിൽ ഈ പരുത്തി കൊണ്ടുപോയിട്ട് ഉൽപ്പന്നമാക്കുന്നു. ആ ഉൽപ്പന്നം അവർ വീണ്ടും എങ്ങോട്ട് കൊണ്ടുവരുന്നു? കൽക്കത്തയിലേക്ക് കൊണ്ടുവരുന്നു. ഇത് നല്ല ചെലവുള്ള ഒരു പ്രോസസ്സാണ്. കാരണം അസംസ്കൃത വസ്തു ആണ്ട് കൊണ്ടോണം, അവിടെ ഉൽപ്പന്നമാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകണം. എന്നാൽ ലാഭം ഇല്ല എന്നല്ല ഇതിന്റെ അർത്ഥം. ലാഭം നല്ലോണ്ട്. കാരണം ആ ജാതി ലാഭത്തിനാണ് അവർ ഇവിടുത്തെ കൊണ്ടുപോകേണ്ടത്. അസംസ്കൃത വസ്തുക്കള് ഒരു വിലയുമില്ലാതെ ചെറിയ വിലക്ക് അടിച്ചു കൊണ്ടുപോവാണ്. അതുപോലെ അവരെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. അഥവാ വലിയ മാർജിനാണ് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ലാഭമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇവർക്ക് ചെലവ് കൂടുതലാണിത്. ഇനി നിങ്ങൾ ഓർത്തു വെക്കുക, ഈ ചെലവിനെ കുറിച്ച് തന്നെ അങ്ങനെ അസ്വസ്ഥനായിരിക്കുകയാണ് ആര്? നമ്മളെ മുതലാളിക്കാൻ. ആ സമയത്താണ് മറ്റൊരു പ്രശ്നം. എന്താ? 18ാം നൂറ്റാണ്ട് കഴിയുന്നതോടെ ഇംഗ്ലണ്ടിൽ യൂറോപ്യൻ ഫാക്ടറികളിൽ മുതലാളിമാർ തൊഴിലാളികളെ പീഞ്ഞ് പണിയെടുത്ത് ലാഭം ഉണ്ടാക്കാൻ തുടങ്ങി. മുതലാളി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ലോകത്ത് 2 ടെക്നോളജി ഉപയോഗിക്കാന്ന് സാധാരണ പറയും. എന്താ അറിയാം? മുതലാളിന്റെ ലാഭം കൂട്ടാനുള്ള ടെക്നോളജി ഒന്ന്, തൊഴിലാളിയുടെ ജോലി സമയം വർദ്ധിപ്പിക്കുക. തൊഴിലാളിന് 25 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റുമോ നോക്കും. 24 മണിക്കൂർ ദിവസം വരെ 20 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റുമെന്നാ പോലും അത് നോക്കുക. അപ്പൊ തൊഴിലാളിയുടെ ജോലി സമയം വർദ്ധിപ്പിക്കാനാണ് മുതലാളി ശ്രമിക്കുക. കാരണം അപ്പോൾ മുതലാളിന്റെ ലാഭം കൂടും. പിന്നെ മുതലാളിന്റെ വേറെ ടെക്നിക്ക് എന്താ? തൊഴിലാളിന്റെ കൂലി കുറക്കുക. തൊഴിലാളിന്റെ കൂലി കുറക്കുമ്പോഴും മുതലാളിക്ക് ലാഭം കൂടും. ഈ 2 ടെക്നോളജി എല്ലാ കാലത്തും മുതലാളിമാർ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഇങ്ങനെ യൂറോപ്പില് മുതലാളിമാര് തൊഴിലാളികളെ നന്നായിട്ട് പീഞ്ഞെടുത്ത് ചൂഷണം ചെയ്യുന്നു. യന്ത്രങ്ങളെ പോലെ മനുഷ്യൻ പണിയെടുക്കുന്ന ഒരു സ്റ്റേജാണ് ഈ സമയത്ത് യൂറോപ്പിൽ സംഭവിക്കുന്നത്. നിങ്ങള് ചാർലി ചാപ്ലിന്റെ വിശ്വവിശുദ്ധമായ ഒരു സിനിമ ഉണ്ടല്ലോ, എന്താണ്? മോഡേൺ ടൈം. കേട്ടിട്ടുണ്ടാ? മോഡേൺ ടൈം അല്ലേ? മോഡേൺ ടൈമിലെ ഭാഗം ചിലർ കണ്ടിട്ടുണ്ടാവും. അതാണ് മോഡേൺ ടൈമിൽ. അതാണ് പറയുന്നത്, മനുഷ്യൻ യന്ത്രമായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. യന്ത്രങ്ങളെ പോലെ മനുഷ്യൻ ജോലി ചെയ്യുന്നു. ഈ ഷിഫ്റ്റിംഗ് ടൈം കൊടുത്തിട്ട് 24 മണിക്കൂർ ഫാക്ടറി ഓൺ ചെയ്തിട്ട് മെഷീൻ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഉത്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുതലാളി. ഓക്കെ, കുറച്ചാൾക്കാർക്ക് വീഡിയോ തുറന്നൊക്കെ വെക്കാം. അപ്പോളെ ക്ലാസ്സിന് നമുക്കൊരു സുഖം ഉണ്ടാവുള്ളൂ. ഇത് ഒറ്റ കാണില്ലല്ലോ. യെസ്, ശ്രദ്ധിക്കുക. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? അങ്ങനെ യൂറോപ്പില് തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെട്ട അവസാനം തൊഴിലാളി സിന്ദാബാദ് വിളിച്ചു തുടങ്ങി. സിന്ദാബാദ് വിളിച്ച തൊഴിലാളി സംഘടിതനാവാൻ തുടങ്ങി. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിച്ചതോടെ തൊഴിലാളി ഒന്നുകൂടി സംഘടിത ശക്തിയായിട്ട് മാറി. യൂറോപ്യൻ ഫാക്ടറികളിൽ തൊഴിലാളിമാർ തങ്ങളുടെ അവകാശങ്ങൾ സിന്ദാബാദിലൂടെ നേടിയെടുക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ കൂലി കൂട്ടി തുടങ്ങി, ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു തുടങ്ങി, ജോലി സമയം കുറച്ചു തുടങ്ങി. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉറക്കം എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടുണ്ടാവും പണ്ടുണ്ടെങ്കിൽ. അപ്പൊ ഈ തരത്തിൽ എന്ത് ചെയ്തു? തൊഴിലാളികൾ ആനുകൂല്യങ്ങൾ പിടിച്ചു വാങ്ങാൻ തുടങ്ങിയപ്പോ യൂറോപ്പിൽ വീണ്ടും മുതലാളി പ്രതിസന്ധിയിലായി, പട്ടിണിയിലായി എന്നല്ല അതിന്റെ അർത്ഥം. അഥവാ മുതലാളിന്റെ പ്രധാന ലക്ഷ്യമായ ലാഭം വീണ്ടും കുറയാൻ തുടങ്ങി. മനസ്സിലായ? ലാഭം കുറയാൻ തുടങ്ങി. ഈ ഒരു സാഹചര്യം വരുന്ന സമയത്ത് മുതലാളി വല്ലാതെ ആലോചിച്ചു, എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം. അഥവാ മുതലാളിത്തം എപ്പോഴും ലാഭം വർദ്ധിപ്പിക്കാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
ആ ആലോചനയുടെ ഒരു പുതിയ റിസൾട്ടാണ് സാമ്രാജ്യത്വത്തിലേക്ക് ഈ മുതലാളിത്തം എത്തിച്ചേരുന്നത്. അഥവാ കോളനിവൽക്കരണം എന്ന പുതിയ സ്റ്റേറ്റിലേക്ക് മാറാൻ തുടങ്ങി. എന്താ കാര്യം? മുതലാളിന്റെ ലാഭേച്ഛ തന്നെയാണ് കാര്യം. മുതലാളി മരുന്ന് കടഞ്ഞു ചിന്തിച്ചു. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ ശ്രദ്ധിക്കുക. ലണ്ടനിലെ ഫാക്ടറി ഉൽപ്പന്നം ഉണ്ടാക്കി കൽക്കത്തയിലേക്ക് കൊണ്ടുവരുന്ന ചെലവും ലണ്ടനിലെ ഫാക്ടറിയിൽ നടക്കുന്ന സിന്ദാബാദ് പുളിയും എല്ലാം കൂടിയായപ്പോ മുതലാളി ആലോചിച്ചു, ഇതിപ്പോ എന്തെങ്കിലും ഒരു പരിഹാരം കാരണമല്ലോ. അങ്ങനെയാണ് ഇവർ എന്ത് കാണുന്നത്? മുതലാളിമാരുടെ ഉൽപാദനത്തിന്റെ ഒരു ഭാഗം അവര് മൂലധനമായിട്ട് വീണ്ടും നിക്ഷേപിക്കും. അഥവാ മുതലാളിമാര് കിട്ടിയ പൈസ എല്ലാം കൂടി പുട്ടടിച്ചു കാണ്ടല്ലേ കാരണം മുതലാളിയുടെ യഥാർത്ഥ മുതലാളി എന്താ ചെയ്യുക? കിട്ടിയ ലാഭം വീണ്ടും ഉൽപാദനത്തിന് ഇങ്ങനെ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയാണ് നമ്മൾ മൂലധനം എന്ന് പറയാം. ക്യാപിറ്റൽ അറിയാലോ. മൂലധനം ഉൽപാദനത്തിന്റെ ഒരു ഘടകമാണ് മൂലധനം. നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ മൂലധനം എന്ത് ചെയ്യുന്നു മുതലാളി? ഇപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു എന്താണ് ഉദാഹരണം? ഒരു മുതലാളി മലപ്പുറത്ത് ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങി. മലപ്പുറത്ത് ടെക്സ്റ്റൈൽസ് തുടങ്ങി നല്ല ലാഭം. എന്നാ പിന്നെ മുതലാളി എന്ത് ചെയ്യും? ഭയങ്കര ലാഭം, ഇനിയിപ്പോ ഒന്ന് ഇരിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു കട്ടിലിപ്പ് കഴിയിട്ട് അങ്ങനെ കുത്തർക്കായിരിക്കും മുതലാളി? അല്ല. പിന്നെന്ത് ചെയ്യാം? മുതലാളി മലപ്പുറത്തെ കട വമ്പൻ ലാഭം, മഞ്ചേരി ഒന്ന് തുടങ്ങണം എന്ന് ആലോചിക്കുക. അഥവാ മുതലാളി ലാഭത്തിൽ നിന്ന് സ്വരൂപിക്കുന്ന മൂലധനം വീണ്ടും കൊണ്ടുപോയിട്ട് മഞ്ചേരിയിൽ പുതിയ ഷോപ്പ് തുടങ്ങും മുതലാളി. മഞ്ചേരിയിലെ ഷോപ്പ് വിജയിച്ചാലും മുതലാളി വെറുതെ തുറക്കുന്ന കരുതണ്ട, കുണ്ടോട്ടിയിൽ അടുത്ത ഷോപ്പ് ഇടാനായിരിക്കും മൂപ്പര് നോക്കുക. മനസ്സിലായ? അഥവാ ഈ പണം അടുത്ത ഉൽപാദന മേഖലയിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം. അപ്പോ ഇതുപോലെ തന്നെ എന്ത് ചെയ്തു? ഇവര് ആലോചിക്കാൻ തുടങ്ങി. മുതലാളിമാര് ലണ്ടനിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കൽക്കത്തയെ കൊണ്ടുവന്ന് വിൽക്കാനുള്ള ചെലവ് വേറെ, അവിടുത്തെ സിന്ദാബാദ് വിളി വേറെ. അപ്പൊ മുതലാളി എന്താ ആലോചിച്ചെന്ന് അറിയോ? ഈ പരിപാടി നമുക്ക് കൽക്കത്തയിലാണ് ഈ സിന്ദാബാദ് വിളി, ലണ്ടനിലാണ് സിന്ദാബാദ് വിളി ഉള്ളത്, അവിടെയാണ് തൊഴിലാളികൾ സംഘടിതരായത്. ഇതൊക്കെ ഇവിടെ ഞാൻ കോളനിയിലില്ല. അപ്പൊ മുതലാളിമാർ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് യൂറോപ്പിലെ മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് പകരം അവരെന്താ ആലോചിക്കാൻ തുടങ്ങി? ഈ പണം അഥവാ അവരുടെ കയ്യിലുള്ള മൂലധനം അത് കോളനിയിലേക്കാണ്ട് ഷിഫ്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ പണം കോളനിയിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ച് അവിടെ ഫാക്ടറി കെട്ടിയാൽ വമ്പൻ ലാഭമായിരിക്കുമെന്ന് മുതലാളി കണക്കുന്നു. കാരണം എന്താ? എന്തേ കാരണം പറഞ്ഞ മനസ്സിലായ? ലണ്ടനിൽ നിന്ന് ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഈ പണം എന്ത് ചെയ്യുക? ഈ പണം കോളനിയിലേക്ക് കൊണ്ടുപോവുക. അഥവാ ഈ മൂലധനം കോളനിയിലേക്ക് കൊണ്ടുപോയിട്ട് ഈ കോളനിയിൽ തന്നെ ഒരു ഫാക്ടറി ആണ് കെട്ടിയാൽ വമ്പൻ ലാഭേക്കാരം എന്ന് മുതലാളി ആലോചിച്ചു. അടുത്ത പേജിന്റെ മുകൾ ഭാഗത്ത് ഒരു ചെറിയ ഫ്ലോ ചാർട്ട് കൊടുത്ത് ശ്രദ്ധിക്കുക. 3 പോയിന്റുകൾ. എന്തുകൊണ്ടാണ് മുതലാളിത്തം അഥവാ മുതലാളിത്ത രാജ്യങ്ങൾ ഈ മൂലധനം കൊണ്ടുപോയിട്ട് കോളനിയിൽ നിക്ഷേപിക്കാൻ മുതലാളിയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? 3 പോയിന്റാണ്. 1, തൊഴിലാളികളുടെ കുറഞ്ഞ കൂലി. അഥവാ കോളനിയിൽ കുറഞ്ഞ കൂലിക്ക് തൊഴിലാളിനെ കിട്ടും. എന്തുകൊണ്ട്? 1, കോളനിയിലെ തൊഴിലാളി സംഘടിതനല്ല. 2, കോളനിയിലെ തൊഴിലാളി കൂടുതൽ കൂലി ചോദിച്ചാലും കിട്ടിയ കൂലിക്ക് പണിയെടുത്തോന്ന് പറയാനുള്ള ശക്തി ആർക്കുണ്ട്? ഈ കോളനിയിൽ മുതലാളിത്ത രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തൊഴിലാളിയെ കുറഞ്ഞ കൂലിക്ക് ലഭ്യമാവും എന്നതാണ് 1ാമത്തെ പോയിന്റ്. ലാഭം കൂടുതലോ. 2, അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. അഥവാ യൂറോപ്പിൽ മത്സരം കടുത്തതോടെ അഥവാ ഓരോ ഉൽപാദന മേഖലയും അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടി യൂറോപ്യന്മാർ നട്ടോട്ട് മൂടുകയാണ്. അഥവാ ഫാക്ടറികൾ തിന്നു തീർക്കുകയാണ് അസംസ്കൃത വസ്തുക്കൾ. എത്ര കൊടുത്താലും ഉൽപ്പന്നമായിട്ട് പുറത്തേക്ക് വരും. എത്ര കൊടുത്താലും പരുത്തി എന്ത് ചെയ്യുന്നില്ല? പരുത്തി തികയുന്നില്ല, വസ്ത്രമായിട്ട് ഇങ്ങനെ വരികയാണ്. അതുകൊണ്ട് ഇവര് എവിടൊക്കെയാണ് അസംസ്കൃത വസ്തുക്കൾ എന്നുള്ള അന്വേഷിച്ച് പോകുക. അങ്ങനെയാണ് ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ കൽക്കത്തയിലേക്ക് തന്നെ വരാം. അപ്പൊ ഇഷ്ടം പോലെ കൽക്കത്ത ബംഗാളിൽ പലയിടങ്ങളിൽ വന്നിട്ടുണ്ട്. പരുത്തിയുണ്ട്, അതുപോലെ ചണമുണ്ട്. ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോ ഫാക്ടറി ബംഗാളിലാണെങ്കിൽ നല്ല സുഖീകരണം അവിടെ തന്നെ എടുത്തിട്ട് ഫാക്ടറി കൊണ്ടുപോകാം. മനസ്സിലായോ? അതാണ് പറഞ്ഞത് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത. 3ാമത്തെ പോയിന്റ്, കോളനികളിൽ ഉൽപ്പാദിപ്പിച്ച് കോളനികളിൽ തന്നെ വിതരണം ചെയ്യുമ്പോൾ എന്താണ്? കുറഞ്ഞ ചെലവേ ഉണ്ടാവുള്ളൂ. അഥവാ ഞാൻ പറഞ്ഞു 1000കണക്കിന് 10000കണക്കിന് കിലോമീറ്റർ അപ്പുറത്തെ ലണ്ടനിൽ ഉൽപ്പാദിപ്പിച്ച് കൽക്കത്തയിൽ കൊണ്ടുവരുന്ന ചെലവ് ഉണ്ടാവില്ല. കൽക്കത്തയിലെ ഫാക്ടറിയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ട് കൽക്കത്തയിൽ തന്നെ വിൽക്കുകയാണെങ്കിൽ, ഇന്ത്യ മൊത്തം വിൽക്കുകയാണെങ്കിലും അത്ര ചെലവുണ്ടാവില്ല. ഇത് എല്ലാം കൂടി ആലോചിച്ചപ്പോൾ മുതലാളിക്ക് മനസ്സിലായി ഇതാണ് ഏറ്റവും നല്ല പരിപാടി. അവിടെയാണ് ഓർത്തു വെക്കുക. അഥവാ ഉൽപ്പന്നങ്ങൾ കോളനികളിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം യൂറോപ്പിൽ നിന്ന് മൂലധനം കോളനികളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ തുടങ്ങുന്ന ഈ ഘട്ടമാണ് സാമ്രാജ്യത്വമായിട്ട് മാറുന്നത്. അഥവാ അവിടെയാണ് കോളനിവൽക്കരണം, കേവലമായ കോളനിവൽക്കരണം സാമ്രാജ്യത്വം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ അവിടെ ഓർത്തു നോക്കുക.
ഞാൻ ഇപ്പൊ പറഞ്ഞെന്താ, ഉൽപാദനം ഇവിടുന്ന് പറിച്ചു നട്ടു, എങ്ങോട്ട്? കോളനികളിലേക്ക് പറിച്ചു നട്ടു. അതിന് വേണ്ടിയിട്ടാണ് മൂലധനം കൊണ്ടുവന്നത്. മൂലധനം കൊണ്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ മൂലധനം കൊണ്ടുവന്നിട്ട് ഇവിടെ ഫാക്ടറികൾ സ്ഥാപിക്കുകയാണ്. ഈ ഘട്ടമാണ് സാമ്രാജ്യത്വം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് എന്ന് പുസ്തകത്തിൽ കാണും. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, അഥവാ കോളനികളിൽ നിന്നും മൂലധനം യൂറോപ്പിൽ നിന്ന് അല്ലെങ്കിൽ മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്നും മൂലധനം കോളനികളിലേക്ക് ഒഴുകി തുടങ്ങുന്ന ഘട്ടമാണ് സാമ്രാജ്യത്വം. ശരിയാണത് സത്യത്തിൽ. എന്നാൽ എല്ലാ കാലത്തും സാമ്രാജ്യത്വം ഇതുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഈ ഒഴുകലോണ്ടാണ് ഉണ്ടായത്? അല്ല. പിന്നെന്താണ്? അപ്പൊ സാമ്രാജ്യത്വം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുകൂടി നല്ലൊരു ഡെഫിനിഷൻ അതിന്റെ താഴെ തന്നെ ഉണ്ട്. അഥവാ എന്താ സാമ്രാജ്യത്വം? ഓർത്തു വെക്കുക, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവുമായ ആധിപത്യം സ്ഥാപിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. അഥവാ ഇവിടെ യൂറോപ്യന്മാർക്ക് ചെറിയ ഒരു ആധിപത്യമാണ് ആദ്യം ഉണ്ടായിരുന്നത് കോളനിവൽക്കരണ കാലത്ത്, അഥവാ സൈന്യത്തെ കാട്ടി പേടിപ്പിക്കൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സാമ്രാജ്യത്വത്തിലേക്ക് പോകുമ്പോൾ എന്താവുന്നു? സാമ്പത്തികമായിട്ട് പൂർണ്ണ മേധാവിത്വം, അതുപോലെ ഭരണവും അവർ പിടിച്ചെടുക്കുന്നു. പൂർണ്ണമായ ഭരണ മേധാവിത്വം. എന്തുകൊണ്ടാണ് അവർക്ക് ഭരണം ആവശ്യമാവുന്നത്? ഒരു ഉദാഹരണം പറയാം, അവിടെ ശ്രദ്ധിച്ചു നിങ്ങള്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, കൽക്കത്തയിലേക്ക് ലണ്ടനിൽ നിന്ന് ഉൽപ്പന്നം കൊണ്ടുവന്ന് കൽക്കത്തയിൽ വിൽക്കുന്ന സമയത്ത് കൽക്കത്തയില് അഥവാ ബംഗാൾ പ്രവിശ്യയുടെ ഭാഗമാണ് കൽക്കത്ത. ബംഗാളിൽ അന്നൊരു നവാബ് ഭരിക്കുന്നുണ്ട്. പക്ഷെ നവാബ് ഭരിക്കുന്ന നേരത്തെ ഇവർ വന്നിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. കുറെയൊക്കെ നവാബിനെ പേടിപ്പിച്ചുകൊണ്ടാണ് കച്ചവടമെങ്കിലും നവാബിന് കുഴപ്പമില്ല, കാരണം ഇവര് കച്ചവടം ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കാം. പക്ഷേ ശ്രദ്ധിച്ചു നോക്കുക, ഈ കച്ചവടം നടത്തുന്ന പോലെ ആകുമോ ഇവര് വന്നിട്ട് കൽക്കത്തയിൽ ഒരു ഫാക്ടറി കെട്ടുമ്പോ ബംഗാളിലെ നവാബ് സ്വാഭാവികം ചോദിക്കൂല, അല്ല നിങ്ങൾക്ക് എങ്ങനെ എന്റെ ഭൂമിയിൽ ഫാക്ടറി കെട്ടുമെന്ന് ചോദിക്കുമല്ലോ? ചോദിക്കുമ്പോൾ ആ ചോദിച്ച ആളെ ഇല്ലായ്മ ചെയ്ത് ബംഗാളിനെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയാണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ തുടക്കം ബംഗാളിലാണ്. അത് ഇതേപോലെ തന്നെ തുടങ്ങുന്നത് ബംഗാളിൽ കൽക്കത്തയിൽ ഒരു ഫാക്ടറി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്ലാസി യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. അഥവാ ഫാക്ടറി കെട്ടിയപ്പോ നവാബ് ചോദ്യം ചെയ്തു, ബ്രിട്ടീഷുകാര് എന്ത് ചെയ്തു? സൈനികമായിട്ട് നവാബിനെ ശരിയാക്കിയിട്ട് ബംഗാൾ മേധാവിത്വം പിടിച്ചടക്കുകയാണ്. അഥവാ നേരത്തെ ഉള്ള പോലെ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഭരണമില്ലെങ്കിലും നടക്കും. കാരണം ചൈനയിൽ യൂറോപ്യന്മാർ കച്ചവടം ചെയ്യുന്നുണ്ട്, പക്ഷേ ചൈനയിൽ ഭരണം സ്ഥാപിക്കണില്ല. പക്ഷെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരണം സ്ഥാപിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഇവിടെ ഫാക്ടറി കെട്ടിയിട്ട് ഇന്ത്യയെ ഒരു സമ്പൂർണമായ കോളനിയാക്കി മാറ്റുന്നു. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വം പൂർണ്ണമായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നു. പറഞ്ഞ മനസ്സിലായല്ലോ? അതുകൊണ്ട് അവർക്ക് ഭരണം ആവശ്യമായി വരുന്നു. അവിടെയാണ് കോളനിവൽക്കരണം എന്ന് പറയുന്ന സ്റ്റേജ് സാമ്രാജ്യത്വമായി മാറുന്നത്. അഥവാ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും, പ്രത്യേകിച്ച് ഓർത്ത് വെക്കുക, സാമ്രാജ്യത്വം കടന്നു വരുന്നിടത്ത് കേവലം സാമ്പത്തികമായ രാഷ്ട്രീയമായ മേഖലയിൽ ഒരു ഒതുങ്ങാറില്ല. സാംസ്കാരികമായ കയ്യേറ്റവും കടന്നുകയറ്റവും ആധിപത്യ സംസ്ഥാപനവും അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. അപ്പോ ആ ഡെഫിനിഷൻ കൂടി ഓർത്തു വെക്കുക. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക ആധിപത്യം സ്ഥാപിക്കുന്നതാണ് സാമ്രാജ്യത്വത്തിന്റെ മുഖ്യ സവിശേഷത എന്നാണ് കൊടുത്തിട്ടുണ്ടാവും. മുഖ്യ സവിശേഷത പറയാൻ അതന്നെയാണ് സാമ്രാജ്യത്വം. മനസ്സിലായ? അങ്ങനെയാണ് മുതലാളിത്തം സാമ്രാജ്യത്വമായിട്ട് രൂപപ്പെടുന്നത്. ഇനി സാമ്രാജ്യത്വം ഉയർന്നു വന്ന അല്ലെങ്കിൽ രൂപപ്പെട്ട ഈ രാജ്യങ്ങളിലെ അവസ്ഥ എന്തായിരുന്നു? സാമ്രാജ്യത്വ രാജ്യങ്ങൾ നേരത്തെ കച്ചവടം നടത്തിയതിനേക്കാൾ വലിയ ചൂഷണങ്ങൾക്ക് ഈ രാജ്യങ്ങളെ എന്താക്കി? പാകപ്പെടുത്തിയെടുത്തു, അല്ലെങ്കിൽ ചൂഷണങ്ങൾ നടത്തി. അവിടെ താഴെ തന്നെ കൊടുത്തേക്കാണ്, പുസ്തകം ശ്രദ്ധിക്കുക. സാമ്രാജ്യത്വം കോളനി രാജ്യങ്ങളെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത്? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സിമ്പിൾ ആയിട്ട് കുറച്ച് പോയിന്റ്. ഒന്ന്, കോളനികളിലെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. വിശദീകരിച്ചിട്ട് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല നമുക്ക്, കാരണം ഇതിന്റെ വിശദീകരണം തന്നെ നമുക്ക് പല ചാപ്റ്ററുകൾ വരുന്നുണ്ട് ഇന്ത്യയുടെ സാമ്രാജ്യത്വവുമായി ബന്ധപ്പെട്ട്. അപ്പോ കോളനികളിൽ നിലവിലുണ്ടായിരുന്ന പഴയ സമ്പദ് വ്യവസ്ഥകളൊക്കെ തകർന്ന് യൂറോപ്യന്മാരുടെ കടന്നുകയറ്റത്തിൽ നിലവിലുള്ള സമ്പദ് വ്യവസ്ഥകൾ തകർച്ചയെ നേരിട്ടു. 2, ഭരണരീതിയും നിയമവ്യവസ്ഥയും അടിച്ചേൽപ്പിച്ചു. ബ്രിട്ടീഷുകാരെ അവര് സാമ്രാജ്യത്വം ശക്തിപ്പെടുത്തുന്നതോടെ അവർക്ക് ഭരണം ആവശ്യമാവുന്നു, അവരുടെ ഭരണം അടിച്ചേൽപ്പിക്കുന്നു. ഭരണം മാത്രമല്ല, കേസും പക്കാണും പ്രശ്നമൊക്കെ വരുന്നു, അവരുടെ നിയമങ്ങള് അവര് അടിച്ചേൽപ്പിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്. 3, പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ആര്? കോളനികളിലെ കർഷകർ. പ്രധാനപ്പെട്ടാണ്, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുകളിൽ വിശദമായിട്ട് പഠിക്കാനുള്ളത് കൊണ്ട് ഇപ്പൊ പറയുന്നത്. എന്താണ്? നേരത്തെ ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്തിരുന്ന കോളനികളിലെ കൃഷി മേഖലകളെ മാറ്റിമറിച്ചു. യൂറോപ്യന്മാരുടെ ഫാക്ടറിക്ക് ആവശ്യമുള്ള
അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്യുന്ന രൂപത്തിലേക്ക് രാജ്യങ്ങളെ മാറ്റി. അതിനാണ് നാണ്യവിള എന്ന് പറയും. വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ വിളകൾ, അതുപോലെ യൂറോപ്യന്മാർക്ക് കച്ചവടത്തിന് ആവശ്യമുള്ള വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ നിർബന്ധിച്ചു. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? അതിന്റെ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ. ഭക്ഷ്യ ഉൽപാദനം ഇടിഞ്ഞതോടെ കോളനികളിൽ ദാരിദ്ര്യം രൂക്ഷമായി. പല കോളനികളിലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്ന വലിയ ക്ഷാമങ്ങൾ ഉണ്ടായി. നമുക്ക് വേറെ ചാപ്റ്ററിൽ വിശദീകരിക്കാതെ പഠിക്കാം. തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. പിന്നെ തൊഴിലില്ലായ്മ വർദ്ധിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാല് പരമ്പരാഗതമായിട്ട് ജോലി ചെയ്യുന്ന ജോലി മേഖലയൊക്കെ നഷ്ടപ്പെട്ടു. പലരും കൃഷി നിർത്തിപ്പോയി. കാരണം കൃഷി ലാഭം ജാതായി. അതുപോലെ തൊഴിൽ പോയി. ഇവിടെയുള്ള രാജാക്കന്മാരെ വേണ്ടിയിട്ട് അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കിയിരുന്നവരായിരുന്നു കുറെ ആളുകൾ. രാജാക്കന്മാരനെ ഇല്ലാതായി. അതോടുകൂടി അവരുടെ മാർക്കറ്റ് ഇല്ലാതെയായി, അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് തൊഴിലില്ലായ്മ രൂക്ഷമാണ്. പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെട്ടു. കോളനികളിലെ പ്രകൃതി വിഭവങ്ങൾ ഫാക്ടറികളിൽ ഉൽപാദനം നടത്താൻ എത്ര കിട്ടിയാലും മതിയാവുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാക്ടറികൾ തിന്നു തീർക്കുകയാണ് അസംസ്കൃത വസ്തുക്കൾ. ലോകം മൊത്തം മാർക്കറ്റായിട്ട് മാറുന്നതോടെ കോളനികൾ എന്ത് ചെയ്തു? കോളനികളിലെ അസംസ്കൃത വസ്തുക്കൾ, പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായിട്ട് കൊള്ളയടിക്കപ്പെട്ടു. തദ്ദേശീയമായ കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം തുടങ്ങിയവ തകർക്കപ്പെട്ടു. എല്ലാം തകർത്ത് യൂറോപ്യന്മാരുടെ ഭാഷയും സംസ്കാരവും വിദ്യാഭ്യാസവും അടിച്ചേൽപ്പിച്ച് കോളനികളെ പൂർണ്ണമായിട്ടും സാമ്രാജ്യത്വം വിഴുങ്ങി എന്നതായിരുന്നു ഇതിന്റെ അവസാനത്തെ ഒരു റിസൾട്ട്. അപ്പൊ ഓർത്തു വെക്കുക, സാമ്രാജ്യത്വം രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും കോളനികളെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തി നശിപ്പിച്ച് കളഞ്ഞു എന്നർത്ഥം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു വെക്കുന്നത്. ഓർത്തു വെക്കുക. 5 മിനിറ്റും കൂടി ടൈമാണുള്ളത്. നമ്മൾ അവസാനിപ്പിക്കും. അപ്പോ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയ നന്നായിട്ട് ആ ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിലേക്ക് എന്ന് പറയുന്ന ഭാഗത്തുള്ളത് മുഴുവൻ ഒന്ന് വായിക്കണം. കൃത്യമായി 2-3 പ്രാവശ്യം വായിക്കുക. വായിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്ത കാര്യം ഒന്ന് ഓർക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ സാമ്രാജ്യത്വം എന്ന് പറയുന്ന സാധനം, അഥവാ കോളനീസം അല്ലെങ്കിൽ മുതലാളിത്തം എന്ന് പറയുന്ന ഈ സാധനം എങ്ങനെയാണ് ലോകത്തെ വിഴുങ്ങിയത് എന്നൊരു ധാരണ കിട്ടും. ആ വിഴുങ്ങലിന്റെ റിസൾട്ടായിട്ട് 1-ാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 1-ാം ലോക മഹായുദ്ധം ഡിസ്കസ് ചെയ്യും. ഓക്കെ, റെഡിയാണോ? റെഡിയാണോ? ഫദ്വ, ഉജേറെ, മയ്യാസ്, എല്ലാരും ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? നന്നായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. ഈ ഭാഗം നന്നായിട്ട് വായിച്ചു നോക്കണം. അവിടുത്തെ 2-3 ചോദ്യങ്ങൾ അവിടെ അത്ര പ്രധാനമായിട്ട് ചോദിക്കലൊന്നുമില്ല. പക്ഷെ ചോദ്യം പ്രധാനമല്ലെങ്കിലും പഠിക്കുമ്പോൾ നമുക്ക് ഓരോ വിഷയത്തിന്റെ ബേസ് മനസ്സിലാണ്. അതിന് വേണ്ടിയിട്ട് വിശദമായിട്ട് ഞാൻ പറഞ്ഞു. ഇവിടുന്ന് ചോദ്യം ചിലപ്പോൾ മുതലാളിത്തം വന്നാൽ എന്ത്, കൊളോണിയലിസം വന്നാൽ എന്ത് എന്നുള്ളൊരു ചോദ്യത്തെ ചിലപ്പോൾ, അല്ലെങ്കിൽ സാമ്രാജ്യത്വം എങ്ങനെയാണ് കോളനികളെ ബാധിച്ചത്, ഇത്രയും ചോദ്യങ്ങളാണ് കാര്യമായിട്ട് ചോദിക്കുക. എന്താണ് മുതലാളിത്തം, അല്ലെങ്കിൽ എന്താണ് സാമ്രാജ്യത്വം, എന്താണ് കോളനിവൽക്കരണം, അല്ലെങ്കിൽ സാമ്രാജ്യത്വം എങ്ങനെയാണ് കോളനികളെ ബാധിച്ചത്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമൊന്നുമല്ല. പക്ഷേ ഇത് പഠിച്ചാലാണ് നമുക്ക് ഇതിന്റെ ബാക്കി വരുന്ന ലോകയുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ത്രില്ല് ഉണ്ടാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. അപ്പോ 3 സാധനം ഞാൻ ഒന്നുകൂടി ഡിഫൈൻ ചെയ്യുന്നു. ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ് മുതലാളിത്തം? ഡെഫിനേഷൻ ഓർത്ത് വെക്കുക. എന്താണ് മുതലാളിത്തം? എന്താ മുതലാളിത്തം? ലാഭം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉൽപാദനവും വിതരണവും മുതലാളിമാർ നിയന്ത്രിക്കുന്ന സമ്പദ് വ്യവസ്ഥയായിരുന്നു മുതലാളിത്തം, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്തം. രണ്ടാമത്തെ കാര്യം കോളനിവൽക്കരണം. വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി ഉണ്ടായ മിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി യൂറോപ്പിലെ മുതലാളിത്ത രാജ്യങ്ങൾ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ കോളനികളിലെത്തി. രാഷ്ട്രീയമായും സാമ്പത്തികമായും ഈ കോളനികളെ ചൂഷണം ചെയ്തു, അല്ലെങ്കിൽ രാഷ്ട്രീയമായും അതുപോലെ സൈനികമായും കീഴ്പ്പെടുത്തി കോളനികളെ സാമ്പത്തിക ചൂഷണം നടത്തി. ഈ പ്രക്രിയ കോളനിവൽക്കരണം എന്നറിയപ്പെട്ടു. ഈ രാജ്യങ്ങൾ കോളനികൾ എന്നറിയപ്പെട്ടു. അതാണ് കോളനിവൽക്കരണം. ഒന്നുകൂടി പറയാ,
വ്യാവസായിക വിപ്ലവത്തെ തുടർന്നുണ്ടായ മിച്ച ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ യൂറോപ്പിലെ മുതലാളിത്ത രാജ്യങ്ങൾ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ വൻകരകളിലെത്തി അല്ലെങ്കിൽ രാജ്യങ്ങളിലെത്തി. തങ്ങളുടെ രാഷ്ട്രീയ മേധാവിത്വവും സൈനിക ശേഷിയും ഉപയോഗിച്ച് ഈ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി സാമ്പത്തിക ചൂഷണം നടത്തി. ഈ പ്രക്രിയ കോളനി വൽക്കരണം എന്നറിയപ്പെട്ടു. ഈ രാജ്യങ്ങൾ കോളനികളെന്നും വിശേഷിപ്പിക്കപ്പെട്ടു. മൂന്നാമത്തെ പോയിന്റ് സാമ്രാജ്യത്വം എന്നാണ്. എന്താണ്? കോളനികളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് പകരം മൂലധനം കയറ്റുമതി ചെയ്യുകയും ഉൽപാദനം കോളനികളിലേക്ക് പറിച്ചു നടുകയും ചെയ്തു. കോളനികളിലേക്കുള്ള മൂലധന കയറ്റുമതിയുടെ ഈ ഘട്ടമാണ് സാമ്രാജ്യത്വം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ സാമൂഹികമായും സാമ്പത്തികമായും സൈനികമായും സാംസ്കാരികമായും കീഴ്പ്പെടുത്തി മേധാവിത്വം സ്ഥാപിക്കുന്നതിനെയാണ് സാമ്രാജ്യത്വം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇന്ന് നമുക്ക് അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റുക. കാരണം ഇന്നിപ്പോ ഈ ട്രാൻസ്ഫർ ഓഫ് ദ ക്യാപിറ്റൽ ഒന്നും നടക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ശരിയാക്കാം രാജ്യങ്ങൾ. ക്യാപിറ്റൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാത്ത രാജ്യങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ ശരിയാക്കും. അപ്പൊ ഏതായിരുന്നത് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്? ഒരു രാജ്യം സൈനികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും സാംസ്കാരികമായും മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തി മേധാവിത്വം സ്ഥാപിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സാമ്രാജ്യത്വം എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ അവിടെ പഠിച്ചൊരു കാര്യം കൂടി എന്താണ്? സാമ്രാജ്യത്വം എങ്ങനെയാണ് കോളനികളെ ചൂഷണം ചെയ്തത്? എങ്ങനെയാണ് സാമ്രാജ്യത്വം കോളനികളെ ചൂഷണം ചെയ്തത്? കോളനികളുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർന്നു. ഭരണരീതിയും നിയമവ്യവസ്ഥയും മാറ്റിമറിക്കപ്പെട്ടു. പരമ്പരാഗത ഭക്ഷ്യ വിളകൾക്ക് പകരം നാണ്യവിള കൃഷിയെ നിർബന്ധിതരായി. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു. പ്രകൃതി വിഭവങ്ങൾ വ്യാപകമായിട്ട് കൊള്ളയടിക്കപ്പെട്ടു. തദ്ദേശീയമായ കല, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം എന്നിവ തകർക്കപ്പെട്ടു. ഇങ്ങനെയെല്ലാം സാമ്രാജ്യത്വം കോളനികളെ ബാധിച്ചു. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ 1 മഹായുദ്ധം അങ്ങോട്ട് തുടങ്ങാം.